സ്നേഹം നിറഞ്ഞവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക. ചോദ്യം 1. ഗലാത്യ അധ്യായം 6 ആകെ എത്ര വാക്യങ്ങൾ? 18. ചോദ്യം 2. ഗലാത്യ 6 അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് പരസ്പരം സഹായിക്കുക. ചോദ്യം 3. ഗലാത്യ 6 അധ്യായത്തിലെ 1 വാക്യത്തിലെ സംബോധന എന്ത്? സഹോദരരെ. ചോദ്യം 4. ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ നിങ്ങൾ സൗമ്യത്തോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഗലാത്യ 6:1 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ആത്മീയരായ. ചോദ്യം 5. ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എങ്ങനെ അവനെ വീണ്ടെടുക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൗമ്യതയോടെ. ചോദ്യം 6. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് എന്താണ് പൂർത്തിയാക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ നിയമം. ചോദ്യം 7. ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത് എങ്ങനെ? പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ചോദ്യം 8. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ടത് ആരുടെ നിയമം? ക്രിസ്തുവിൻ്റെ. ചോദ്യം 9. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ എന്തു ചെയ്യുന്നു? തന്നെ വഞ്ചിക്കുന്നു. ചോദ്യം 10. ഓരോ വ്യക്തിയും എന്താണ് വിലയിരുത്തേണ്ടത്? സ്വന്തം ചെയ്തികൾ. ചോദ്യം 11. ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തുമ്പോൾ എന്തിനുള്ള വക അവനിൽ തന്നെയായിരിക്കും? അഭിമാനിക്കാനുള്ള വക. ചോദ്യം 12. ഓരോരുത്തരും എന്തു വഹിച്ചേ മതിയാവൂ? സ്വന്തം ഭാരം. ചോദ്യം 13. തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകേണ്ടതാര്? വചനം പഠിക്കുന്നവൻ. ചോദ്യം 14. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്കാണ് നൽകേണ്ടത്? തൻ്റെ അധ്യാപകന്. ചോദ്യം 15. വചനം പഠിക്കുന്നവൻ എന്താണ് തൻ്റെ അധ്യാപകന് നൽകേണ്ടത്? തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക്. ചോദ്യം 16. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ആരെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ ആവില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തെ. ചോദ്യം 17. ദൈവത്തെ കബളിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് എന്തു വേണ്ട എന്നാണ് പൗലോസ് പറയുന്നത്? വ്യാമോഹം. ചോദ്യം 18. ഗലാത്യ 6:7 പറയുന്ന പ്രകാരം ദൈവത്തെ എന്ത് ചെയ്യാനാവില്ല? കബളിപ്പിക്കാൻ. ചോദ്യം 19. ആരാണ് വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നത്? മനുഷ്യൻ. ചോദ്യം 20. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് എന്താണ് കൊയ്തെടുക്കുന്നത്? നാശം. ചോദ്യം 21. ജഡത്തിൽ നിന്നും നാശം കൊയ്തെടുക്കുന്നത് ആര്? സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ. ചോദ്യം 22. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ നാശം കൊയ്തെടുക്കുന്നത് എവിടെ നിന്ന്? ജഡത്തിൽ നിന്ന്. ചോദ്യം 23. ആരാണ് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കുന്നത്? ആത്മാവിനായി വിതയ്ക്കുന്നവൻ. ചോദ്യം 24. ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നത് എന്ത്? നിത്യജീവൻ. ചോദ്യം 25. ആത്മാവിനായി വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്തെടുക്കുന്നത് എവിടെ നിന്ന്? ആത്മാവിൽ നിന്ന്. ചോദ്യം 26. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിന്? നന്മ ചെയ്യുന്നതിൽ. ചോദ്യം 27. നന്മ ചെയ്യുന്നതിൽ എന്ത് തോന്നാതിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം മടുപ്പ്. ചോദ്യം 28. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് പൗലോസ് പറയാൻ കാരണമെന്ത്? മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ചോദ്യം 29. ഗലാത്യ 6:10 പ്രകാരം എന്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാമെന്നാണ് പൗലോസ് പറയുന്നത്? വിശ്വാസത്തിൽ. ചോദ്യം 30. ഗലാത്യ അധ്യായം 6 രണ്ടാമത്തെ തലക്കെട്ട് അന്തിമ നിർദ്ദേശങ്ങൾ. ചോദ്യം 31. എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരുന്നതെന്ന് നോക്കൂ. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം പൗലോസിൻ്റെ. ചോദ്യം 32. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ എന്തിനാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? പരിച്ഛേദന കർമ്മത്തിന്. ചോദ്യം 33. പരിച്ഛേദനത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നവർ എന്തിൻ്റെ ബാഹ്യകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ശാരീരികമായ. ചോദ്യം 34. പരിച്ഛേദനത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നവർ ശാരീരികമായ എന്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ബാഹ്യകാര്യങ്ങളിൽ. ചോദ്യം 35. അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. ആര്? പരിച്ഛേദനം സ്വീകരിക്കുന്നവർ. ചോദ്യം 36. പരിച്ഛേദനം സ്വീകരിക്കുന്നവർ പോലും എന്ത് അനുസരിക്കുന്നില്ല? നിയമം.
ചോദ്യം 37. പരിച്ഛേദനം സ്വീകരിക്കുന്നവർ എന്തിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിനാണ് നിങ്ങളും പരിച്ഛേദിതരായി കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്. ചോദ്യം 38. എന്തിൽ മേന്മ ഭാവിക്കാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ. ചോദ്യം 39. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. ആരുടെ വാക്കുകൾ? പൗലോസിൻ്റെ. ചോദ്യം 40. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ആരെ പ്രതി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി. ചോദ്യം 41. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 42. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. ഡാഷ് എന്നതാണ് പരമപ്രധാനം. ഗലാത്യ 6:15 പ്രകാരം പൂരിപ്പിക്കുക. പുതിയ സൃഷ്ടിയാവുക. ചോദ്യം 43. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണമെന്ത്? ഉത്തരം ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. ചോദ്യം 44. പൗലോസ് തൻ്റെ ശരീരത്തിൽ ആരുടെ അടയാളങ്ങൾ ധരിക്കുന്നുവെന്നാണ് പറയുന്നത്? യേശുവിൻ്റെ. ചോദ്യം 45. ഗലാത്യ 6:18 സംബോധന എന്ത്? സഹോദരരെ. ചോദ്യം 46. നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ. ചോദ്യം 47. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ആരിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്? നിങ്ങളുടെ ആത്മാവിനോടുകൂടെ.